മുല്ലപ്പെരിയാർ ഡാം നാളെ തുറക്കും. രാവിലെ 10 മണിക്ക് ഷട്ടർ ഉയർത്തുമെന്ന് തമിഴ്നാട് അറിയിച്ചു. പരമാവധി 1000 ഘനയടി വെള്ളമാണ് തുറന്നുവിടുക. പെരിയാർ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകി. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട്. രാഹുൽ സുരേഷുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. രാഹുൽ സുരേഷ്, ഇന്ന് രാത്രിയിൽ തുറക്കില്ല, നാളെ രാവിലെ 10 മണിക്കാണോ മുല്ലപ്പെരിയാർ ഡാമിന്റെ ഷട്ടറുകൾ തുറക്കുക? ഇപ്പോൾ തമിഴ്നാട് അറിയിച്ചതനുസരിച്ച് നാളെ രാവിലെ 10 മണിക്ക് മുല്ലപ്പെരിയാർ ഡാമിന്റെ സ്പിൽവേ ഷട്ടറുകൾ തുറക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ആ വിവരം ഇപ്പോൾ ഇടുക്കി ജില്ലാ ഭരണകൂടത്തെ അറിയിച്ചു കഴിഞ്ഞു. അതനുസരിച്ചുള്ള വിവരമാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം പൊതുജനങ്ങളെ അറിയിക്കുന്നത്. അതായത് നാളെ രാവിലെ 10 മണിക്ക് മുല്ലപ്പെരിയാർ ഡാമിന്റെ സ്പിൽവേ ഷട്ടറുകൾ ഉയർത്താൻ പോവുകയാണ്. പരമാവധി 1000 ഘനയടി വെള്ളമായിരിക്കും പുറത്തേക്ക് തുറന്നു വിടുക എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതായത് പരമാവധി 1000 ഘനയടിയാണ്. 1000 ഘനയടിക്ക് താഴെ, അതായത് നമ്മൾക്ക് ലഭ്യമാവുന്ന വിവരം അനുസരിച്ച് 600 ഘനയടിക്കും 1000 ഘനയടിക്കും ഇടയ്ക്കുള്ള വെള്ളമായിരിക്കും പുറത്തേക്ക് പെരിയാറിലൂടെ കടത്തിവിടാൻ പോവുക. അതായത് മനസ്സിലാക്കുന്നതനുസരിച്ച് ഏതാണ്ട് 1 അടിയോളം വെള്ളമായിരിക്കും പെരിയാറിൽ ഉയരാൻ പോകുന്നത്. അതുകൊണ്ട് വലിയ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നാണ് ഇപ്പോൾ തമിഴ്നാട് സർക്കാരുമായി ബന്ധപ്പെടുമ്പോഴും ജില്ലാ ഭരണകൂടവുമായി സംസാരിക്കുമ്പോഴും നമുക്ക് ലഭ്യമാവുന്നത്. പെരിയാർ തീരത്തുള്ള ആളുകളോട് ജാഗ്രത പാലിക്കണമെന്ന വിവരം കൂടി ഇപ്പോൾ ജില്ലാ ഭരണകൂടം അറിയിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങളെല്ലാം തന്നെ നേരത്തെ തന്നെ പൂർത്തിയായിരുന്നു. അതായത് 20ഓളം ക്യാമ്പുകൾ ആവശ്യമെങ്കിൽ സജ്ജീകരിക്കാമെന്ന് അറിയിച്ചിരുന്നു. അതുകൊണ്ട് അത്തരത്തിലുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ നേരത്തെ തന്നെ പൂർത്തിയായിരുന്നു. 800ഓളം കുടുംബങ്ങളെയായിരിക്കും 800ഓളം കുടുംബങ്ങളാണ് ഈ പെരിയാറിന്റെ തീരത്തുള്ളത്. 3200ഓളം ആളുകളും ഈ 800ഓളം കുടുംബങ്ങളിൽ താമസിക്കുന്നുണ്ട്. അവരെയൊക്കെ ആവശ്യമെങ്കിൽ മാറ്റിപ്പാർപ്പിക്കാനുള്ള നടപടികൾ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും പുരോഗമിക്കുന്നുണ്ട്. പക്ഷേ 1000 ഘനയടി വെള്ളം എന്ന് പറയുമ്പോൾ നിലവിൽ പെരിയാറിൽ വലിയ ജലനിരപ്പില്ല, അതുകൊണ്ട് തന്നെ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലല്ലേ? രാഹുൽ, കേൾക്കാമെങ്കിൽ നിലവിൽ പെരിയാറിൽ വലിയ ജലനിരപ്പില്ലാത്തതുകൊണ്ടും നീരൊഴുക്കില്ലാത്തതുകൊണ്ടും 1000 ഘനയടി വെള്ളം തുറന്നു വിടുന്നതുകൊണ്ട് പ്രശ്നമില്ല. ഓക്കെ, രാഹുലാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ഷട്ടറുകൾ നാളെ രാവിലെ 10 മണിക്കാണ് തുറക്കുക. നീരൊഴുക്കുണ്ടായിരുന്നു വൃഷ്ടിപ്രദേശത്ത്. തുടർച്ചയായിട്ട് മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് ഉയരുകയായിരുന്നു. 136 അടി എത്തിയ സാഹചര്യത്തിലാണ് നാളെ രാവിലെ 10 മണിക്ക് മുല്ലപ്പെരിയാർ ഡാം ഷട്ടറുകൾ തുറക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. രാഹുലിൻ്റെ ചോദ്യം ഇതായിരുന്നു, പെരിയാറിൽ ഇപ്പോൾ ജലനിരപ്പ് താഴ്ന്നിരിക്കുന്നത് കൊണ്ട് 1000 ഘനയടി വെള്ളം ഇപ്പോൾ തുറന്നു വിട്ടാലും വലിയ പ്രശ്നമുണ്ടാക്കില്ല. തീർച്ചയായിട്ടും വരുൺ, അത് തന്നെയാണ്. ഇപ്പോൾ മഴ മാറി നിൽക്കുകയാണ്. വൈകിട്ട് 4 മണിക്ക് ശേഷം കാര്യമായി മഴ പെയ്തിട്ടില്ല എന്നത് ഏറ്റവും ആശ്വാസകരമായ കാര്യമാണ്. നമ്മളിപ്പോൾ വള്ളക്കടവിലാണുള്ളത്. വള്ളക്കടവ്, മുല്ലപ്പെരിയാർ ഉൾപ്പെടെയുള്ള മേഖലകളിൽ 4 മണി മുതൽ മഴ മാറി നിൽക്കുകയാണ്. കാര്യമായി തന്നെ നീരൊഴുക്ക് കുറഞ്ഞിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ പരമാവധി 1000 ഘനയടി വെള്ളത്തിന് താഴേക്കായിരിക്കും തുറന്നുവിടാൻ പോവുക. നിലവിൽ ഇന്ന് നമ്മൾ പകൽ സമയങ്ങളിലൊക്കെ കണ്ടതാണ്, കാര്യമായ ഒരു ജലനിരപ്പ് പെരിയാറിൽ ഉയർന്നിട്ടില്ല. അതുകൊണ്ട് 1000 ഘനയടി വെള്ളം തുറന്നു വിട്ടാലും പരമാവധി ഒരടിയിൽ കൂടുതൽ ജലനിരപ്പ് ഉയരില്ല എന്നാണ് നിലവിലെ കണക്ക് കൂട്ടൽ. അതുകൊണ്ട് തന്നെ ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ട സാഹചര്യവുമില്ല. പക്ഷേ മുന്നറിയിപ്പ് നൽകേണ്ടത് ഉത്തരവാദിത്തമായതിനാൽ ആ മുന്നറിയിപ്പ് നൽകുകയാണ്. അതാണിപ്പോൾ ഇടുക്കി ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും മുന്നറിയിപ്പായി പറയുന്നത്. അതായത് നാളെ രാവിലെ 10 മണിയോടുകൂടി മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സ്പിൽവേ ഷട്ടറുകൾ തുറക്കാൻ പോവുകയാണ്. 1000 ഘനയടി വെള്ളമായിരിക്കും പരമാവധി പെരിയാറിലേക്ക് ഒഴുക്കാൻ പോകുന്നത്. രാഹുലാണ് വിവരങ്ങൾ നൽകിയത്. പ്രിയപ്പെട്ട പ്രേക്ഷകർ പ്രത്യേകം ശ്രദ്ധിക്കണം, പെരിയാറിന്റെ തീരത്തുള്ളവരും പ്രത്യേകം ജാഗ്രത പുലർത്തണം. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. നാളെ രാവിലെ 10 മണിക്കാണ് മുല്ലപ്പെരിയാർ ഡാമിന്റെ ഷട്ടറുകൾ തുറക്കുക.